കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത്. ബ്ലാക്കിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നെറ്റ് ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത് ഫുള്ളായിട്ടും. നെക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ എംബ്രോയ്ഡറി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. ഫുൾ ഈ ഉള്ളിലൊക്കെ നമുക്ക് എംബ്രോയ്ഡറി വരും. പ്ലെയിൻ ആണ് നമുക്ക് ഇതിൻ്റെ സ്ലീവ് വന്നേക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന് താഴെ വരെ സെയിം പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് വരുമ്പോഴത്തേക്ക് പിങ്ക് കളറുള്ള ഡാർക്ക് പിങ്ക് ടോണിൽ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ്. ദുപ്പട്ട വരുമ്പോഴും നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഷിഫോൺ ദുപ്പട്ടയുടെ സൈഡിൽ നമുക്കൊരു ബ്ലാക്ക് കളറുള്ള ബോർഡറാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ടോപ്പ് നമുക്ക് സെയിം ആയിരിക്കും. ബോട്ടവും ദുപ്പട്ടയും ഗ്രീൻ കളറിലാണ് വരുന്നത്. അടുത്തത് നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് ടോണിലാണ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ 4 കളേഴ്സാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4ൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഞാനിപ്പോൾ കാണിച്ച സെയിം പാറ്റേൺ ആണിത്. നമുക്കിത് ബ്ലാക്കിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് സെയിം പാറ്റേൺ ഇതിൽ വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഈ ഒരു സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടം നല്ലൊരു പീച്ച് ടോണിലാണ് വരുന്നത്. പീച്ചും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ടോണിലാണ് നമുക്കിതിൻ്റെ ഒരു ദുപ്പട്ട വന്നേക്കുന്നത്.